എവരിവൺ, റോഹാക് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് വീഡിയോ ആണ് ചെയ്യാറ്. എന്നാൽ ഇന്ന് പറമ്പിക്കുളത്തെ സഫാരി വീഡിയോ ആണ് ചെയ്യുന്നത്. ആനപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തൂണക്കടവ് ഡാമും കന്നിമര ടീക്കും പറമ്പിക്കുളം ഡാമും ഒക്കെ കണ്ട് കുറച്ചധികം നേരം കാട്ടിലൂടെ സഞ്ചരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞങ്ങൾ വീക്ക് ഡേയ്സിലായിരുന്നു വന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആനപ്പാടിയിലെ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നാണ് ഞങ്ങൾ ഈ സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തത്. പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്കിത് ബുക്ക് ചെയ്യാം. ഇവിടെ ബസ് സഫാരി മാത്രമാണുള്ളത്, അതും 12 പേര് മിനിമം വേണം ഒരു ബസ് സഫാരി. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇവിടുത്തെ ഒരു ഗൈഡിനെയും കൂട്ടി ബസ് സഫാരി പോകുന്ന അതേ റൂട്ടിൽ തന്നെ സഫാരി ചെയ്യാം. ആളുകൾ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വണ്ടിയിലാണ് പോകുന്നത്. സമ്മർ അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആകെ വരണ്ടു കിടക്കുന്ന കാട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് സഫാരി ചെയ്യുന്നത്. ഇലയെല്ലാം പൊഴിഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ നല്ല ക്ലിയർ സ്കൈ കാണാം. റിസർവോയറിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. റിസർവോയറിൽ ഇപ്പോഴും വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല. ഏകദേശം ഈ മാസം അവസാനത്തോടുകൂടെ ഇതിലെ വെള്ളമൊക്കെ കുറയും. ആ സമയങ്ങളിൽ ഇവിടെ അനിമൽ സൈറ്റിങ്സിനുള്ള ചാൻസ് കൂടുതലാണ്. അനിമൽസൊക്കെ വെള്ളം കുടിക്കാനായി റിസർവോയറിൻ്റെ സൈഡിലേക്ക് വരും. അങ്ങനെ സഫാരി തുടങ്ങി അധിക നേരമായില്ല. ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. കുറച്ച് ദൂരെയാണ്. റിസർവോയറിന്റെ അറ്റത്ത് ഒരാന മണ്ണും വാരിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആനകൾ മണ്ണ് വാരിയിടുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. സൂര്യന്റെ കനത്ത ചൂടിൽ നിന്നുള്ള രക്ഷയും പ്രാണികളിൽ നിന്നുള്ള രക്ഷയും പിന്നെ സ്വന്തം ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെയാണ് ആനകൾ സാധാരണ ഇങ്ങനെ മണ്ണ് വാരി എറിയുന്നത്. അതിന്റെ പിന്നിൽ വേറെയും ആനകളുണ്ട്. മരങ്ങളും കുറ്റിച്ചെടികളും ഉള്ളതുകൊണ്ട് വിസിബിൾ അല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ മൂവ് ചെയ്യുന്നത് കാണാം. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും പറമ്പിക്കുളം ഇപ്പം എത്രത്തോളം ഡ്രൈ ആണെന്നും നേരത്തെ ഇവിടെ എത്രമാത്രം പച്ചപ്പുണ്ടായിരുന്നു എന്നും. ആദ്യത്തെ സൈറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ രണ്ടാമത്തെ സൈറ്റിംഗ് കൂടി കിട്ടി. തൂണക്കടവ് ഡാം എത്തുന്നതിൻ്റെ തൊട്ട് മുൻപാണ്. നല്ലൊരു കൊമ്പൻ. ഇവനെ പല ട്രക്കിലും പല പ്രാവശ്യം നമ്മൾ പറമ്പിക്കുളത്ത് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആനപ്പാടി മുതൽ പറമ്പിക്കുളം വരെയുള്ള ഭാഗങ്ങളിലാണ് ഇവനെ കൂടുതലായി കാണാറുള്ളത്. ട്രക്കിങ്ങിനെ അപേക്ഷിച്ച് സഫാരിയിൽ അനിമൽസിനെ കുറച്ചുകൂടി അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയാറുണ്ട്. സഫാരി വെഹിക്കിൾസ് ആണെങ്കിൽ അനിമൽസ് അങ്ങനെ പെട്ടെന്നൊന്നും മാറിപ്പോകാറില്ല. അതേസമയം ട്രക്കിംഗ് ആണെങ്കിൽ നമ്മളെ കാണുമ്പോഴേക്കും അനിമൽസ് അലേർട്ട് ആകുകയും പെട്ടെന്ന് തന്നെ മാറിപ്പോകുകയും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ എപ്പോഴും സഫാരിയേക്കാൾ കൂടുതൽ ട്രക്കിംഗ് ആണ് പ്രിഫർ ചെയ്യാറ്.
തൂണക്കടവ് ഡാമിൻ്റെ റിസർവോയറാണിത്. ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിവിടുത്തെ ടിംബർ നൂക്ക് എന്നൊരു സ്റ്റേ ഓപ്ഷനാണ്. അടിപൊളി സ്ഥലത്താണ് ഈ സ്റ്റേ. ഇവിടെ ഇരുന്നാൽ തന്നെ അനിമൽസിനെ കാണാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇരുന്ന് നമ്മൾ ആനകളെയൊക്കെ കാണുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നമ്മൾ തൂണക്കടവ് ഡാമിലെത്തും. ഈ ഡാം സൈറ്റിൽ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സഫാരിയിൽ ഇങ്ങനെയുള്ള കുറച്ച് വ്യൂ പോയിന്റ്സിൽ മാത്രമാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ആനിമൽ സൈറ്റിങ്സ് ഉണ്ടായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മുടെ ഒപ്പം വരുന്ന ഗൈഡ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. ഡാമിൽ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അടുത്തതായി കണ്ടത് ഈ പീലി ഉടർത്തി ആടുന്ന മയിലിനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം മയിലുകൾ ധാരാളമായി ഉണ്ടെങ്കിലും പീലി ഉടർത്തി ആടുന്ന മയിലിനെ കണ്ടാൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോവും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മാൻകൂട്ടവുമുണ്ട്. മഴക്കാലത്താണ് മയിലുകൾ കൂടുതൽ നൃത്തം ചെയ്യുന്നത് കാണാറ്. മെയ്റ്റിംഗ് റിച്വൽസിന്റെ ഭാഗമായിട്ട് ആൺമയിലുകൾ ഇണയെ ആകർഷിക്കുന്നതിനാണ് ഡാൻസ് ചെയ്യാറുള്ളത്. ആൺമയിലിന്റെ ആരോഗ്യവും ശക്തിയും ഒക്കെ ഇണ തിരിച്ചറിയുന്നതും ഈ ഒരു ഡാൻസിലൂടെയാണ്. പറമ്പിക്കുളത്ത് നിങ്ങൾക്ക് ധാരാളം മയിലുകളെ കാണാൻ പറ്റും. നമ്മൾ വരുന്ന സേത്തുമട ചെക്ക് പോസ്റ്റ് മുതൽ ഇപ്പോൾ പോകുന്ന പറമ്പിക്കുളം വരെയും വഴി നിറയെ ഇവരുണ്ടാവും. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരു സാമ്പാടിയറിനെ കണ്ടു. മെയിലാണ്. പുല്ലുകൾ നിറഞ്ഞ ഒരു ചതുപ്പിലാണ് അത് നിൽക്കുന്നത്. നല്ല ദൂരത്താണ്. ചുറ്റും ഡ്രൈ ആയി നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലെ പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് കന്യമര ടീക്കിന്റെ ഭാഗത്തേക്കാണ്. കന്നിമര ടീക്കിലേക്ക് പോകുന്ന വഴിയുടെ ഒരു സൈഡിലൂടെ അരുവി ഒഴുകുന്നുണ്ട്. അതിനാൽ ആ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് പച്ചപ്പ് കാണാൻ പറ്റും. ഈ വഴിയിലേക്ക് തിരിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് നോക്കി വേണം പോകാൻ. പല സമയങ്ങളിലും ഇവിടെ ലെപ്പേർഡിനെയും ടൈഗറിനെയും ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ വീണ്ടും ഒരു മയിലാണ്. മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് തൂവലുകൾ മിനുക്കുകയാണ്. നല്ല ഭംഗിയുള്ള നീളമുള്ള പീലികൾ. കന്നിമര ടീക്കിന്റെ ഭാഗത്തുള്ള വയലിന്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ കാണുന്ന ഈ വഴിയിലൂടെയാണ് പക്മാക് ട്രെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നടന്നു വന്ന് ഈ വയലിലേക്ക് എത്താറുള്ളത്. ആ വയലിൽ ദൂരത്തായി ഒരു മേൽ സാമ്പാടിയർ ചെളിയിൽ കിടക്കുന്നുണ്ട്. പറമ്പിക്കുളത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കന്നിമര ടീക്ക്. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തേക്കുമരം. ഇവിടുത്തെ ട്രൈബ്സ് ഈ മരത്തിന് വെർജിൻ ട്രീ ആയി കണക്കാക്കി ആരാധിച്ചു പോരുന്നു. ഏകദേശം ഈ മരത്തിന് 500 വർഷത്തോളം പ്രായമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 1994 മഹാവൃക്ഷ പുരസ്കാരവും ഈ മരത്തിന് കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കന്നിമര ടീക്കും കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു ഇന്ത്യൻ ഗോറിനെ കണ്ടു. ഒറ്റയാനാണ്. അത് പതിയെ റോഡിന്റെ അടുത്തേക്കാണ് വരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും നല്ല സൈസുള്ള ഗോറാണിത്. റോട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് വണ്ടി എടുത്തു പോന്നു. ആനപ്പാടിയിൽ നിന്ന് പറമ്പിക്കുളം വരെ നല്ല ടാറിട്ട റോഡാണ്. കന്നിമര ടീക്കിലേക്ക് തിരിയുന്ന മുതൽ വഴി കുറച്ച് ഓഫ് റോഡാണ്. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ. മഴക്കാലത്ത് നമ്മുടെ വണ്ടിയുമായി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടുത്തെ ബസ് സഫാരി മാത്രമാണുള്ളത്. ഇനി നമ്മൾ നേരെ പറമ്പിക്കുളം ഡാമിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ 2 വ്യൂ പോയിന്റ് കൂടിയുണ്ട്. ആദ്യത്തെ ഡാം വ്യൂ പോയിന്റ് ആണ്. തൂണക്കടവ് ഡാമിന്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് നെല്ലിയാമ്പതി മലനിരകളും കാണാം. രണ്ടാമത്തത് വാലി വ്യൂ പോയിന്റ് ആണ്. ഇതാണ് പറമ്പിക്കുളം ഡാം. പറമ്പിക്കുളം ടൗൺ കഴിഞ്ഞാണ് പറമ്പിക്കുളം ഡാം. ഈ ഡാമാണ് സഫാരിയുടെ ലാസ്റ്റ് പോയിന്റ്. ഈ ഡാമും കണ്ട് തിരിച്ച് ആനപ്പാടിയിലേക്ക് പോകുന്നതാണ് ഈ സഫാരി. ഇതാണ് പറമ്പിക്കുളം. ഇവിടെ ഈ കാണുന്ന കുറച്ച് ചെറിയ ഷോപ്സാണുള്ളത്. ഇവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ ടൂറിസ്റ്റിനുള്ള ചായയും സ്നാക്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ പറമ്പിക്കുളത്ത് നിന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് തിരിച്ച് ആനപ്പാടിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ ചായ കുടിക്കാനായി പറമ്പിയാർ കഫേയിൽ കയറിയ സമയത്ത് മറ്റൊരു സഫാരി വണ്ടിയിൽ വന്ന ഗൈഡ് തൂണക്കടവ് സ്റ്റേക്ക് അപ്പുറം പാലത്തിനടുത്ത് ഒരാനയും കുട്ടിയും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. നമ്മൾ നേരത്തെ കൊമ്പനെ കണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ കണ്ടത് അവൻ ഇറങ്ങിപ്പോയ സ്ഥലത്തുനിന്ന് കയറി വരുന്നതാണ്. എന്താ അവൻ്റെ ഒരു വരവ്! അവനൊരു മാസ് എൻട്രി നൽകി ആ മുളകളുടെ അടുത്തേക്ക് തന്നെ പോയി മുളകൾ തിന്നാൻ തുടങ്ങി. ഇവനെ നമുക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഇവന്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അഗ്രസീവ് ആവുന്ന ക്യാരക്ടറൊന്നും ഇവനിൽ ഇതുവരെ കണ്ടിട്ടില്ല. ട്രക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും സഫാരിയിലാണെങ്കിലും ആള് വളരെ കാമായിട്ടാണ് നിൽക്കാറ്. ഇവനെ ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുകയോ നമുക്ക് നേരെ ചാർജ് ചെയ്യുകയോ അങ്ങനെ ഒരു രീതിക്കും ഒരു ബിഹേവിയറും ഇതുവരെ ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഗൈഡ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അവരിവനെ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്നതാണ്.
എത്ര സൗമ്യമുള്ള ആനയാണെങ്കിലും അതിൻ്റെ മദപ്പാട് കാലം എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ആനകളുടെ ബിഹേവിയറിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പ്രവോക്കായി അറ്റാക്ക് ചെയ്യുമെന്നുള്ള രീതിക്കാണ് അതിന് അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ആനയും കുട്ടിയും ഇവിടെയൊന്നും കാണാനില്ല. ഒരുപക്ഷെ അത് കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും. എന്നാ പിന്നെ ഇവനെ കുറച്ചു നേരം കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഇടതുവശത്തുള്ള കുറ്റിക്കാട്ടിൽ ഒരാന നിൽക്കുന്നത് കണ്ടത്. കുറച്ചു നേരമായി അവിടെ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ആനയെ കണ്ടത്. ഈ ആനയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പുറത്ത് നിന്നിരുന്ന കൊമ്പൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്തു. കൊമ്പൻ വലിയ പ്രശ്നമൊന്നും കൂടാതെ റോഡ് ക്രോസ് ചെയ്തു. അനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ എന്തുകൊണ്ടോ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ആനകൾ. കൊമ്പനാവുമ്പോൾ പറയന്നെ വേണ്ട. ഇതിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ ആരാണെങ്കിലും വണ്ടി ഒന്ന് നിർത്തി നോക്കി നിന്ന് പോകുന്ന കാഴ്ച തന്നെയാണ്. അവൻ അങ്ങനെ നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി നിന്നു. ആ കൊമ്പൻ മെല്ലെ ആനയും കുട്ടിയും നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞങ്ങൾ കുട്ടിയാനെ കണ്ടത്. ജനിച്ച് അധികമൊന്നും ആയിട്ടില്ലാത്ത കുട്ടിയാണ്. ഈ കൊമ്പൻ വരുന്നത് കണ്ട് ആ അമ്മ കുട്ടിയാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടോ? അമ്മയാന പല രീതിക്കും കൊമ്പനെ അടുത്ത് വരാതിരിക്കാൻ വാൺ ചെയ്യുന്നുണ്ട്. പല സൗണ്ട് ഉണ്ടാക്കിയും അതിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ നമുക്കത് കാണാം. ആ കുട്ടിയാനെ ആണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ കേൾക്കാതെ ആ കൊമ്പനാനയുടെ മുന്നിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഈ കൊമ്പൻ്റെ ഫാമിലിയാണിതെന്ന്. പിന്നീട് ആ അമ്മയാനയുടെ റെസ്പോൺസ് കണ്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലാന്ന് മനസ്സിലായി. അത് ഈ കൊമ്പനോട് മാറിപ്പോകാനുള്ള രീതിക്കാണ്. തുമ്പിക്കൈ ഉപയോഗിച്ച് ആ കുട്ടിയെ പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. പെട്ടെന്ന് ആ കുട്ടിയൊന്ന് വീണു. അപ്പോൾ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അമ്മ മുന്നോട്ട് കയറി വന്ന് നിൽക്കുന്നത് കണ്ടോ? ആനകൾ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അവരവിടെ നിന്ന് മാറിപ്പോകുന്ന കണ്ടപ്പോൾ ആശ്വാസം തോന്നി. പക്ഷെ ആ കൊമ്പൻ വീണ്ടും അവരുടെ പുറകെ പോയി. എന്തിനാണ് ആ കൊമ്പൻ ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ മുന്നത്തെ ഒരു ട്രക്കിങ്ങിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാതെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. വീണ്ടും ഒരു സുഖമില്ലാത്ത കാഴ്ച കാണേണ്ടി വരുമോ എന്നൊരു ആശങ്ക മനസ്സിൽ തോന്നി. ഞാനിപ്പോൾ ആ അമ്മയാനയുടെ ഫീലിങ്സിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അത് പറ്റാവുന്ന പോലെ ആ കുട്ടിയാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ആന പിന്തിരിഞ്ഞ് കുട്ടിയാനെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആ കൊമ്പൻ വീണ്ടും അടുത്തേക്ക് വന്നു. വാലുകൊണ്ട് തുമ്പിക്കൈയിലേക്കും കൊമ്പിലേക്കുമൊക്കെ പല പ്രാവശ്യം അടിച്ച് മാറിപ്പോകാൻ പറയുന്നുണ്ട്. ഇനി നടന്നത് ഞങ്ങൾ ശരിക്കും ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടത്.
വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ആ കുട്ടിയാന തിരിഞ്ഞ് കൊമ്പൻ്റെ മുന്നിലേക്ക് ഓടി. ആ അമ്മയാന പറ്റുന്ന പോലെ കുട്ടിയെ തടയാൻ നോക്കി. കുട്ടി പെട്ടെന്നായിരുന്നു തിരിഞ്ഞത്. വീഡിയോയിൽ കാണാം അമ്മയാന തുമ്പിക്കൈ ഉപയോഗിച്ച് കുട്ടിയെ തടയാൻ നോക്കുന്നത്. ആ കൊമ്പൻ അവിടെ നിന്ന് പിന്മാറിപ്പോകുന്നതാണ് കണ്ടത്. ആ കുട്ടിയാനയുടെ ഓട്ടം കണ്ടാൽ ഇപ്പം ആ കൊമ്പനെ തട്ടി കുഴിയിലിടുമെന്നാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. അതിലേറെ ആ കൊമ്പനോടുള്ള ബഹുമാനവും. ഒരുപക്ഷെ കൊമ്പൻ നേരെ തിരിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഒരു സുഖമില്ലാത്ത കാഴ്ച തന്നെ ഇവിടെ കാണേണ്ടി വന്നേനെ. എന്തായാലും ആ വരവ് കണ്ട് തുമ്പിക്കൈയൊക്കെ ചുരുട്ടി ഒരു ഡിഫെൻസീവ് സ്റ്റാൻഡ് എടുത്ത് അവിടെ നിന്ന് പിന്മാറിയ ആ കൊമ്പന് ഒരു ബിഗ് സല്യൂട്ട്. കൊമ്പനെയൊക്കെ വിരട്ടി ഓടിച്ചതിന് ശേഷം അവൻ അമ്മയുടെ ഒപ്പം നടന്നു പോകുന്ന കണ്ടില്ലേ, ഹാപ്പി ആയിട്ട്. നേരത്തെ നമ്മൾ ആ ആനക്കുട്ടി കൊമ്പന് നേരെ ഓടിപ്പോകുന്നത് കണ്ടുവല്ലോ. ഈ ഒരു ബിഹേവിയർ ആനക്കുട്ടികളിൽ സാധാരണയാണ്. അവരെപ്പോഴും ഹേർഡിലെ മറ്റാനകൾക്ക് നേരെ ഓടിക്കളിക്കാറുണ്ട്. അവരിതൊരു കളിയായിട്ടാണ് കാണുന്നത്. ഹേർഡിലുള്ള ആനകളെ കളിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഹേർഡിന് പുറത്ത്, പ്രത്യേകിച്ച് കൊമ്പന്മാരുടെ അടുത്ത് ഇടപഴകുമ്പോൾ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ കൊമ്പന്റെ ഗ്രൂപ്പാന്ന് ഗൈഡ് പറഞ്ഞു. ഈ ഹേർഡിൽ 2 പിടിയാനും ഒരു കുട്ടിക്കൊമ്പനുമാണ് ഉള്ളത്. ഒരു ആനയെ കൂടി ഇതിൽ കാണാനുണ്ട്. അതൊരു പക്ഷെ പുറകെ വരുന്നുണ്ടാവും. ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഇവരുടെ റോഡ് ക്രോസിംഗ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളെ കൂടാതെ 1-2 വണ്ടികൾ വേറെയും ഉണ്ടായിരുന്നു. അത്യാവശ്യം ദൂരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അവരാ പാലത്തിന്റെ അപ്പുറത്താണ് റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 10-40 മീറ്റർ ദൂരമുണ്ട്. അവര് കുറച്ചു നേരം അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നതിന് ശേഷം പതിയെ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. ആ അമ്മയാന റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയതും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് കേട്ടിട്ടായിരിക്കണം അലേർട്ടായി തുമ്പിക്കൈ നിലത്തടിച്ചുകൊണ്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി. ആ 2 ആനകളും പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് കയറിപ്പോയി. ആ ആന ഇപ്പോൾ ഉണ്ടാക്കിയ സൗണ്ടിനെ ട്രംപറ്റിംഗ് എന്നാണ് പറയുക. ആനകൾ തുമ്പിക്കൈയിലൂടെ വളരെ ഫോഴ്സോടെ എയർ പുറത്തേക്ക് തള്ളി വളരെ ഉച്ചത്തിൽ ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് ട്രംപറ്റിംഗ് എന്ന് പറയാറ്. സാധാരണ ഈ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വോക്കൽ കോഡ് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ എയർ ശക്തിയായി പുറത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ ആ തുമ്പിക്കൈ നിലത്തടിക്കാറുണ്ട്. എലിഫൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ട്രംപറ്റിംഗ് ഉപയോഗിക്കുന്നത്. അവർ എക്സൈറ്റഡ് ആവുമ്പോഴും ഡേഞ്ചർ ഫീൽ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ അലേർട്ട് ചെയ്യാനൊക്കെയാണ് ട്രംപറ്റിംഗ് ഉപയോഗിക്കാറുള്ളത്. രാവിലെ തുടക്കം മുതൽ നമുക്ക് പല സ്ഥലങ്ങളിലും ആനകളെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ സഫാരിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമല്ല വന്നത്. എന്നാലും പറമ്പിക്കുളം വീണ്ടും വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
പോകുന്നതിന് മുൻപ് തന്നെ ഇനി എന്നാണ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുന്നതെന്നാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വഴിയിൽ മയിലും മാനും മ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മാനും മാൻകുട്ടിയും. നല്ല രസമുണ്ട് അവരിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ. സേത്തുമട ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുൻപാണ്. ഒരു കൂട്ടം മ്ലാവുകൾ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഇവര് വെള്ളം കുടിക്കുന്ന വാട്ടർ ഹോൾ കണ്ടോ? ഇതൊരു മാൻമെയ്ഡ് വാട്ടർ ഹോൾ ആണ്. ഇങ്ങനെ സമ്മറിൽ വാട്ടർ അവൈലബിലിറ്റി കാട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.